ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസർ 2024 എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്കാണ് കവർ ചെയ്യുന്നത്. പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ മൊഡ്യൂൾ 3 ഡെവലപ്മെന്റൽ ഇഷ്യൂസിന്റെ ഭാഗമായിട്ടാണ് പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് വരുന്നത്, ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ. അപ്പോൾ കുറച്ച് നമ്മൾ ഓൾറെഡി കവർ ചെയ്തു. അപ്പോൾ ബാക്കി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഇന്നത്തേതിൽ ആദ്യം വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് MGNREGA അഥവാ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. എന്താണ് അതിന്റെ പ്രത്യേകതകൾ നോക്കാം. MGNREGA ഈസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് വർക്ക് ഗ്യാരണ്ടി പ്രോഗ്രാംസ് ഇൻ ദ വേൾഡ്, ലോഞ്ച്ഡ് ഇൻ 2005 ബൈ ദ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് 2005 ലോഞ്ച് ചെയ്ത ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമാണ് MGNREGA. The Act provides 100 days assured employment every financial year to every adult member of rural household. അതായത് ഗ്രാമീണ മേഖലയിലുള്ള ഒരു കുടുംബത്തിലെ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു മെമ്പറിന് നമ്മൾ എന്ത് ചെയ്യും, 100 ദിവസത്തെ ഉറപ്പായിട്ടുള്ളൊരു തൊഴിൽ കൊടുക്കും. ആ ഒരു പ്രത്യേകതയാണ് ഈ ആക്ടിനുള്ളത്. 1/3 ഓഫ് ദ പ്രപ്പോസ്ഡ് ജോബ്സ് വുഡ് ബി റിസർവ്ഡ് ഫോർ വുമൺ. ആ ഒരു ജോബിന്റെ 1/3 ഭാഗം ആർക്ക് കൊടുക്കും, സ്ത്രീകൾക്കായിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. The central government will also establish national employment guarantee funds. Similarly, state government will establish state employment guarantee funds for the implementation of scheme. അപ്പോൾ ഇതിന്റെ ഫണ്ടിങ് വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് നാഷണൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ഫണ്ട് കൊണ്ടുവരും. അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിൽ സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ഫണ്ട് കൊണ്ടുവരും. എന്നിട്ട് ഈ രണ്ട് ഫണ്ടിൽ നിന്നാണ് ഈ MGNREGA ഫണ്ടിങ് പോകുന്നത്. Under the program, if an applicant has not provided employment within 15 days, he or she will be entitled to a daily unemployment allowance. അതായത് ഒരു ആപ്ലിക്കന്റിന് അവര് ജോലി ആവശ്യപ്പെട്ട് 15 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് പകരമായിട്ട് എന്ത് കൊടുക്കണം, അൺഎംപ്ലോയ്മെന്റ് അലവൻസ് അഥവാ തൊഴിലില്ലായ്മ വേതനം കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. Wages must be paid according to the statutory minimum wage specified for agricultural laborers in the state under Minimum Wages Act 1948. ഇനി ഏത് സംസ്ഥാനത്താണോ ഈ ഒരു ആക്ട് വർക്കാവുന്നത് ആ ഒരു സംസ്ഥാനത്തില് കർഷകർക്ക് അല്ലെങ്കിൽ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് സ്പെസിഫൈ ചെയ്തേക്കുന്ന ഒരു മിനിമം സാലറി ഉണ്ടാവും, മിനിമം വേജ് ഉണ്ടാവും. ആ ഒരു സാലറിക്ക് അക്കോർഡിംഗ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ MGNREGA വേജസും സ്പെസിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത്. The Act mandates Gram Sabha to recommend the work that are to be undertaken and at least 50% of work must be executed by them. അതായത് ഈ ഒരു MGNREGA കീഴിൽ ഏതൊക്കെ വർക്ക് ചെയ്യണം എന്നുള്ളത് റെക്കമെൻഡ് ചെയ്യുന്നത് ഗ്രാമസഭകളാണ്. ഏകദേശം 50% വർക്ക് എന്തായാലും ഗ്രാമസഭകൾ റെക്കമെൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയാണ് MGNREGA കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു പദ്ധതിയാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വരുന്നത് ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ DAYNRLM. എന്താണ് പദ്ധതി നോക്കാം. അതൊരു പോവർട്ടി റിലീഫ് പ്രോഗ്രാമാണ് സെൻട്രൽ ഗവൺമെന്റിന്റെ. ഇതിനു മുൻപ് ഇത് അറിയപ്പെട്ടിരുന്നത് അജീവിക നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ്. 2011 ഇത് ലോഞ്ച് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പേര് മാറ്റി 2015 ഇപ്പൊ ഈ കാണുന്ന ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്നാക്കി മാറ്റി. ഈ ഒരു പ്രോഗ്രാമിനെ വേൾഡ് ബാങ്ക് പാർഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നോക്കാം. എ പോവർട്ടി റിലീഫ് പ്രോഗ്രാം ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ്. It was launched as Ajivika National Rural Livelihood Mission NRLM by the Government of India's Ministry of Rural Development in the year 2001. It was renamed as DAYNRLM in 2015. The program is supported partially by the World Bank. ഈ പോയിന്റ്സ് ഒക്കെ ക്ലിയർ ആയി വരുന്നു.
നെക്സ്റ്റ് പോയിന്റ്സ് നോക്കാം. ദ സ്കീം ഈസ് ആൻ ഇംപ്രൂവ്ഡ് വേർഷൻ ഓഫ് ഏർലിയർ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന SGSY. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പാർട്ട് 1 വീഡിയോയിൽ ഈ ഒരു സ്കീമിനെ പറ്റി പറഞ്ഞായിരുന്നു, SGSY. അപ്പൊ അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൽ കയറി കാണുക. അപ്പോൾ ആ ഒരു സ്കീമിന്റെ ഇംപ്രൂവ്ഡ് വേർഷൻ ആയിട്ടാണ് DAY NRLM പറയുന്നത്. It evolves out the need to diversify the needs of rural poor and provide them jobs with regular income on a monthly basis. അതായത് റൂറൽ പുവറിന്, ഗ്രാമീണ മേഖലയിലുള്ള പാവപ്പെട്ടവർക്ക് ഒരു റെഗുലർ ആയിട്ട് എല്ലാ മാസം വരുമാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ആർ ഫോംഡ് അറ്റ് വില്ലേജ് ലെവൽ ടു ഹെൽപ്പ് ദ നീഡി. അപ്പൊ അതിനു വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യും, ഗ്രാമങ്ങളിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഫോം ചെയ്യും എന്നുള്ളതാണ് പ്രധാന പ്രത്യേകത. അപ്പൊ ഇതാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്, ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പൊ ഇതിന്റെ മുൻപത്തെ പേരെന്താണ്, അജീവിക NRLM എന്നാണ്. മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഇത് ലോഞ്ച് ചെയ്തത് 2011. 2015 ഈ ഒരു പ്രോഗ്രാമിന് റീനെയിം ചെയ്തത്. പിന്നെ ഇങ്ങനെയും ചോദിക്കാം, വേൾഡ് ബാങ്ക് പാർഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയിലുള്ള ഒരു പ്രോഗ്രാം ഇതാണ്, ഏത്, ദീൻ ദയാൽ അന്ത്യോദയ യോജന നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ. അപ്പൊ ഈ പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്യാം. നെക്സ്റ്റ് പ്രോഗ്രാം വരുന്നത് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. അതായത് റൂറൽ പറഞ്ഞപ്പോൾ അതിന്റെ തന്നെ കൗണ്ടർ പാർട്ടായിട്ട് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ ആണ് പറയുന്നത്. DAY NULM. DAYയുടെ ഫുൾ ഫോം നേരത്തെ പറഞ്ഞത് തന്നെ, ദീൻ ദയാൽ അന്ത്യോദയ യോജന, അതില് നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ. DAY NULM stands for Deen Dayal Antyodaya Yojana National Urban Livelihood Mission. It focuses on reducing poverty and vulnerability of urban poor household. അതായത് നഗരപ്രദേശങ്ങളിലുള്ള പാവപ്പെട്ട ജനങ്ങളുടെ പോവർട്ടി റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ മെയിൻ ഫോക്കസ്. Launched by the Ministry of Housing and Urban Poverty Alleviation, Government of India on September 24th, 2013. 2013 സെപ്റ്റംബർ 24 മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ പോവർട്ടി അലിവേഷൻ മിനിസ്ട്രിയാണ് ഈ ഒരു പ്രോഗ്രാം എന്ത് ചെയ്യുന്നത്, ലോഞ്ച് ചെയ്യുന്നത്. The NULM focuses on organizing urban poor in self-help groups, creating opportunities for skill development, leading to market-based employment, and helping them to set up self-employment ventures by ensuring easy access to credit. അതായത് നഗരപ്രദേശങ്ങളിലുള്ള പൂർ പീപ്പിളിനെയാണ് ഇത് ഫോക്കസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ കൂടുതലും സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് ഉണ്ടാവുക. അപ്പൊ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ എന്ത് ചെയ്യണം, സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യണം. അതിലൂടെ അവർക്കൊരു മാർക്കറ്റ് ബേസ്ഡ് എംപ്ലോയ്മെന്റ് നേടിക്കൊടുക്കാനായിട്ട് പറ്റണം. അതും അല്ലെങ്കിൽ അവിടെ ഈ നഗരപ്രദേശങ്ങൾക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സെൽഫ് എംപ്ലോയ്മെന്റ്, അവർക്ക് തനിയെ തന്നെ എന്തെങ്കിലും ഒരു വെഞ്ചേഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റണം. അതിനു വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായങ്ങൾ കൊടുക്കണം. ഈ ഒരു കാര്യങ്ങളിലൊക്കെയാണ് NULM ഫോക്കസ് ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ തുടങ്ങുക എന്നുള്ളതും NULMന്റെ ഭാഗമാണ്. NULM replaced the existing Swarna Jayanti Shahari Rozgar Yojana SJSRY and is known as Rashtriya Shahari Ajivika Mission in Hindi. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ സ്വർണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന, അതിന്റെ നഗരപ്രദേശങ്ങളിലെ കൗണ്ടർ പാർട്ടാണ് സ്വർണ ജയന്തി ഷഹരി റോസ്ഗർ യോജന. അപ്പൊ ആ ഒരു പ്രോഗ്രാമിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഏത് വന്നത്, നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ വന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ രണ്ട് അർബനും റൂറലും ലൈവ്ലിഹുഡ് മിഷനെ പറ്റിയിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നാഷണൽ അർബൻ ലൈവ്ലിഹുഡ് മിഷൻ എന്നാണ് ലോഞ്ച് ചെയ്തത്, 2013. ഏത് മിനിസ്ട്രിയാണ്, മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് ആണ് അത് ലോഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത പദ്ധതി വരുന്നത് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന PMKVY. ഈ ഒരു പദ്ധതി എന്ന് പറയുന്നത് കൂടുതലും ഈ 10ാം ക്ലാസ്സും +2 ഒക്കെ പഠനം ഉപേക്ഷിച്ച് പോയവര്, അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ട് പിന്നീട് പഠിത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റാണ്ടിരുന്നവര്, അവരെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവരെ കൂടുതൽ ലേബർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന പദ്ധതി ആരംഭിക്കുന്നത്. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യുന്നത്. ഇതൊരു 3 സ്റ്റേജിലായിട്ടാണ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. PMKVY 1.0, 2.0, ഇപ്പോൾ ലാസ്റ്റ് 3.0 വരെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നോക്കാം എന്താണത്
ഈ ഒരു പദ്ധതി എന്നുള്ളത്. ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ഫ്രഷ് എൻട്രൻസ് ടു ദി ലേബർ മാർക്കറ്റ്, എസ്പെഷ്യലി ക്ലാസ് 10 and 12 dropouts. Launched by the Ministry of Skill Development and Entrepreneurship. Skill India Mission was launched by government in 2015, under which the flagship scheme Pradhan Mantri Kaushal Vikas Yojana is run. അതായത് 2015 ഇന്ത്യൻ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത മറ്റൊരു പ്രോഗ്രാം ഉണ്ട്, സ്കിൽ ഇന്ത്യ മിഷൻ എന്നാണ് അതിന്റെ പേര്. ആ സ്കീമിന്റെ അണ്ടറിലാണ് നമ്മളിപ്പോ പറഞ്ഞ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന വരുന്നത്. അപ്പൊ ആ ഒരു സ്കീമിന്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്, സ്കിൽ ഇന്ത്യ മിഷന്റെ അണ്ടറിൽ ലോഞ്ച് ചെയ്ത പ്രോഗ്രാമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന. ഈ സ്കിൽ ഇന്ത്യ മിഷന്റെ പ്രത്യേകത, ഇറ്റ് എയിംസ് ടു ട്രെയിൻ ഓവർ 40 crore people in India in different skills by 2022. It aims that vocational training and certification of Indian youth for a better livelihood and respect in society. അതായത് 2022 ആവുമ്പോഴേക്കും 40 കോടിയോളം ഇന്ത്യൻ ജനതയെ ഡിഫറെന്റ് സ്കില്ല് ഏബിൾഡ് ആക്കുക എന്നുള്ളതായിരുന്നു സ്കിൽ ഇന്ത്യ മിഷന്റെ മെയിൻ എയിം. അതിനുവേണ്ടി അവർക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കുക, സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ചെയ്യിപ്പിക്കുക, അങ്ങനെ അവരുടെ ലൈവ്ലിഹുഡ് ഇംപ്രൂവ് ചെയ്തെടുക്കുക എന്നതായിരുന്നു സ്കിൽ ഇന്ത്യ മിഷന്റെ പ്രധാന ലക്ഷ്യം. അതിന്റെ കീഴിലാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന ഈ ഒരു പദ്ധതി ലോഞ്ച് ചെയ്യപ്പെട്ടത്. അപ്പൊ ഇതിന് 3 സ്റ്റേജസ് ആയിട്ടാണ് വന്നതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് PMKVY 1.0 ആണ്. അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകത, ഏതൊക്കെയായിരുന്നു അതിന്റെ പീരീഡ് എന്ന് നോക്കാം. ഇന്ത്യസ് ലാർജസ്റ്റ് സ്കിൽ സർട്ടിഫിക്കേഷൻ സ്കീം PMKVY വാസ് ലോഞ്ച്ഡ് ഓൺ 15th July 2015. 2015 ജൂലൈ 15-ാം തീയതിയാണ് ആദ്യമായിട്ട് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന ലോഞ്ച് ചെയ്യുന്നത്. ഈ ജൂലൈ 15-ന്റെ പ്രത്യേകത വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണ്. അപ്പൊ വേൾഡ് യൂത്ത് സ്കിൽ ഡേയില് 2015-ലാണ് PMKVY 1.0 ലോഞ്ച് ചെയ്യുന്നത്. അത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സ്കിൽ സർട്ടിഫിക്കേഷൻ സ്കീമായിരുന്നു PMKVY 1.0. To encourage and promote skill development in the country by providing pre-short duration skill training and incentivizing this by providing monetary rewards to the youths for skill certification. അതായത് ഈ യൂത്തിനെ അഥവാ യുവജനങ്ങളെ പല രീതിയിൽ അവരെ ഏബിൾഡ് ആക്കുക, അതായത് ചെറിയ പീരീഡിലേക്കുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അതുവഴി അവർക്ക് ഇൻസെന്റീവ്സ് കൊടുക്കുക, മോണിറ്ററി റിവാർഡ്സ് കൊടുക്കുക, സർട്ടിഫിക്കേഷൻ കൊടുക്കുക, ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യലായിരുന്നു ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. PMKVY is implemented by National Skill Development Corporation under the guidance of Ministry of Skill Development and Entrepreneurship. അന്ന് മിനിസ്ട്രി നമ്മൾ ഓൾറെഡി നേരത്തെ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് ആണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ആ ഒരു മിനിസ്ട്രിയുടെ കീഴിൽ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ്. അപ്പൊ PMKVY 1.0 ഇംപ്ലിമെന്റ് ചെയ്തത് ഈ മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പിന്റെ കീഴില് നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് പദ്ധതി ഇംപ്ലിമെന്റ് ചെയ്തത്. അടുത്തത് PMKVY 2.0. അത് കഴിഞ്ഞ് 2016 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിൽ ഇതിനെ കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആക്കി മാറ്റി അടുത്തൊരു രീതിയിൽ ഈ പ്രോഗ്രാം പിന്നെ റീലോഞ്ച് ചെയ്തു. അത് നോക്കാം. PMKVY 2016-20. It was launched by greater alignment with other missions of the government of India like Make in India, Digital India, Swachh Bharat. അപ്പൊ ഈ ഒരു പീരീഡ് ഒക്കെ ആയപ്പോഴേക്കും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വേറെ കുറെ പ്രോഗ്രാമുകൾ കൊണ്ടുവന്നു. ഏതൊക്കെയാ? മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, സ്വച്ഛ് ഭാരത്. അപ്പൊ ആ ഒരു പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് അലൈൻ ചെയ്തിട്ട് PMKVY 2016-20 എന്നുള്ള രീതിയിൽ അതിനൊന്നും കൂടി ഒന്ന് റീമോഡിഫൈ ചെയ്തു. ഇംപ്ലിമെന്റേഷൻ ത്രൂ 2 കമ്പോണൻസ്. 2 രീതിയിലാണ് ഈ രണ്ടാമത്തെ PMKVY ഇംപ്ലിമെന്റ് ചെയ്ത്. എന്തൊക്കെയാണ്? ഒന്ന് സെൻട്രലി സ്പോൺസേർഡ്, സെൻട്രലി മാനേജ്ഡ്. അതായത് സെന്റർ തന്നെ ഫിനാൻസും സ്പോൺസർ ചെയ്യും, സെന്റർ തന്നെ മാനേജ് ചെയ്യും. അപ്പൊ അതങ്ങനെ ചെയ്യുമ്പോൾ അതിന്റെ ഇംപ്ലിമെന്റേഷൻ ഏജൻസി നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തന്നെയായിരിക്കും. പിന്നെ സെൻട്രലി സ്പോൺസേർഡ്, സ്റ്റേറ്റ് മാനേജ്. സെൻട്രൽ സ്പോൺസർ ചെയ്യും, പക്ഷെ മാനേജ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിരിക്കും. അപ്പൊ ആ കേസുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. ഏതിലൂടെ? സ്റ്റേറ്റ് സ്കിൽ ഡെവലപ്മെന്റ് മിഷൻസിലൂടെ ആയിരിക്കും ഈ ഒരു പ്രോഗ്രാമിന്റെ ഇംപ്ലിമെന്റേഷൻ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യുക. അപ്പൊ ഇതാണ് PMKVY 2.0യുടെ പ്രത്യേകതകൾ. പീരീഡ് 2016 മുതൽ 20 വരെ. അതിനുശേഷം 2021 ആ ഒരു ടൈം പീരീഡിൽ ഇതിനെ ഒന്നും കൂടി മാറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. PMKVY 3.0, എ സ്റ്റെപ്പ് ടുവേർഡ്സ് ആത്മനിർഭർ ഭാരത്.
implemented in a more decentralized structure with greater responsibilities and support from state or UTs and districts. അതായത് ആത്മനിർഭർ ഭാരത് എന്നുള്ളത് ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമാണ്. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ PMKVYനെ 3.0 എന്നുള്ള പുതിയൊരു പ്രൊജക്റ്റ് ആക്കി മാറ്റി ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ അത് കൂടുതലും ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചർ ആണ്. അതായത് കൂടുതലും ഡിസ്ട്രിക്ട് ലെവലിൽ അല്ലെങ്കിൽ അതിനും താഴെത്തട്ടിലുള്ള ലെവലിലേക്ക് ഫോക്കസ് ചെയ്ത് അവർ കൂടുതൽ ഇംപ്ലിമെന്റേഷനിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് PMKVY 3.0യുടെ പ്രത്യേകത. ഇറ്റ് എൻവിസേജസ് ട്രെയിനിങ് ഓഫ് 8 lakh candidates ഓവർ എ സ്കീം പീരിയഡ് ഓഫ് 2020-2021. 2020-2021 കാലഘട്ടത്തിൽ 8 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കൊടുക്കണം, ട്രെയിനിങ് കൊടുക്കണം എന്നുള്ളതാണ് PMKVY 3.0യുടെ ലക്ഷ്യമായിരുന്നത്. അപ്പൊ ഇത്രയാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജനയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രയും പറഞ്ഞു നിർത്താണ്. നമ്മുടെ പോവർട്ടി അലിവിയേഷൻ പ്രോഗ്രാംസ് അഥവാ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതികൾ തീരുന്നില്ല. ഇനിയും ഇതിന്റെ ബാക്കി ഭാഗങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.